പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്കിപ്പുറം നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾക്കൊക്കെ കാര്യമായിട്ട് വില കുറയാൻ തുടങ്ങുന്നു എന്ന സൂചന കിട്ടിയ ദിവസമാണെന്ന് ഈ ജൂൺ 30. നാളെ ജൂലൈ 1 മുതൽ ജൂലൈ മാസത്തേക്ക് വേണ്ടിയുള്ള പെട്രോൾ വിലയൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഒരു ലിറ്ററിന് ഏതാണ്ട് 50-55 ഫിൽസിൻ്റെ കുറവ് അനുഭവപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആഹ്ലാദിക്കേണ്ടത് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഇന്ധനം എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ അവശ്യ സാധനങ്ങളിൽ പലതിൻ്റെയും വില നാളെ മുതൽ ഗണ്യമായിട്ട് കുറയാൻ കഴിയുന്നു എന്നൊരു ധാരണയിലേക്ക് നമ്മൾ എത്തുകയാണ്. അത് സന്തോഷകരമായി വരട്ടെ എന്ന് നിങ്ങൾ ആദ്യമേ ആശംസിക്കുന്നു. ഒരു ഇതിഹാസ ചരിത്രം കൂടി എഴുതി ചേർത്ത ദിവസമാണ് UAEക്ക് ഇന്ന് ജൂൺ 30. ആദ്യമായി എത്തിഹാദ് റെയിൽ യാത്രക്കാരെയും കൊണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇനിയിപ്പോൾ ദുബായിൽ സ്റ്റോപ്പില്ല എങ്കിലും സെപ്റ്റംബർ 30ഓടെ ദുബായിൽ സ്റ്റോപ്പ് വരുമ്പോൾ തൊട്ടടുത്തൊരു 4 മിനിറ്റ് സഞ്ചരിച്ചാൽ മതി ദുബായ് മെട്രോയുടെ സ്റ്റോപ്പും കൂടി ആകുമ്പോൾ അത് രണ്ടും കൂടി കണക്ട് ചെയ്യാവുന്ന സംവിധാനം കൂടി വരുമ്പോൾ മൊത്തത്തിൽ UAE ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ മാറുകയാണ്. പൊതുജന ഗതാഗതം ലോകത്ത് ഇതുവരെ UAEയെക്കുറിച്ച് നമ്മൾ എന്ത് വിചാരിച്ചിരുന്നോ അതിനപ്പുറമുള്ള തലത്തിലേക്ക് മാറുമ്പോൾ നമ്മളെങ്ങനെ അതിനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന കാര്യം കൂടി ആലോചിക്കണം. കുറച്ച് ദൂരെ പോയി താമസിച്ചാലും ടിക്കറ്റ് എടുത്ത് വന്ന് ജോലി സ്ഥലത്ത് ഇഷ്ടമുള്ളതുപോലെ ജോലി ചെയ്യാൻ പറ്റുന്ന, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ പോയി കാണാൻ പറ്റുന്ന എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് സൗകര്യങ്ങളോ അതല്ലെങ്കിൽ ഇവൻറ്റുകളോ ഉണ്ടെങ്കിൽ ഈ ട്രെയിനിൽ പോകാം എന്ന് മനസ്സിൽ കരുതാവുന്ന ഒരു പുതിയ തലത്തിലേക്ക് UAEയിലെ ജനത എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ ജൂൺ 30 എത്തിഹാദ് റെയിൽ പ്രവർത്തനവും മാറുകയാണ്. യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഖത്തറിൽ ഇന്ന് അമേരിക്കയുടെയും ഇറാൻ്റെയും ചർച്ച മധ്യസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞിരുന്നതിനെ ഒരു തിരുത്തുമായി ഇപ്പോൾ ഖത്തർ വന്നിരിക്കുന്നത്. നേരിട്ട് ഏതായാലും അമേരിക്കയുടെയും ഇറാൻ്റെയും പ്രതിനിധികൾ തമ്മിൽ കാണുന്നില്ല എന്നാണ്. അതേസമയം ട്രംപ് പറയുന്നത് ചർച്ച നടക്കും, നേരിട്ട് സംസാരത്തിലേക്ക് പോകും, സാങ്കേതികമായിട്ടുള്ള കരാറുകളിലേക്ക് നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നേരിട്ട് നടത്തുമെന്നാണ്. പക്ഷേ ഖത്തർ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരിട്ടുള്ള ചർച്ചയല്ല, മധ്യസ്ഥരുമായിട്ട് സംസാരിക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന വിറ്റ്കോഫും കുഷ്നറും ഒക്കെ എന്ത് ചെയ്യും? അമേരിക്കയിൽ നിന്ന് അവർ ഖത്തറിൻ്റെയും പാകിസ്ഥാൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് പ്രതിനിധികളുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ അറിയിക്കാനുള്ളതൊക്കെ സംസാരിച്ച് വെക്കും എന്നാണ്. എന്താണ് ഇതിൻ്റെ ഈ ചർച്ചയുടെ ലക്ഷ്യം എന്നതിനെക്കുറിച്ചും വ്യക്തമായ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കരാർ ഇടക്കാലം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളിൽ ധാരണ എത്തുക, മിക്കവാറും നാളത്തോടു കൂടി തന്നെ അങ്ങനെയുള്ള ഒരു ധാരണയിൽ എത്തിച്ചേർന്ന് ആ കരാർ നടപ്പിലാക്കും. ഇങ്ങനെ പറയുമ്പോഴും ഇറാൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒപ്പിട്ട് വച്ചിരിക്കുന്ന അമേരിക്ക-ഇറാൻ കരാർ, ആ മെമ്മോറാണ്ടത്തിൽ നിന്ന് അമേരിക്കയെ വ്യതിചലിക്കാൻ ശ്രമിച്ചാൽ കടുത്ത പ്രത്യാഘാതമുണ്ടാവും, ഇറാൻ പ്രതികരിക്കും എന്നൊക്കെയാണ്. അപ്പോൾ ഒരു കരാർ ഒപ്പിട്ടു എന്ന് കരുതിയിട്ട് ലോകത്തിന് സമാധാനം ഉണ്ടാകുന്ന സാഹചര്യമില്ല എന്ന് കരാർ ഒപ്പിട്ട ആളുകൾ തന്നെ പരോക്ഷമായും നേരിട്ടുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ് ലോകം ഇപ്പോഴും. ഇപ്പോൾ നമ്മളൊക്കെ അറിയുന്നത് ഒരു $600 കോടി ഇറാന് വിദേശത്ത് മരവിപ്പിച്ച് വച്ചിരിക്കുന്ന സ്വത്ത് കൊടുക്കുമെന്ന് പറഞ്ഞതിനെക്കുറിച്ചുള്ള ചില തർക്കങ്ങളെക്കുറിച്ചാണ്. ആ കാശ് കൊടുത്തിട്ടില്ല എന്ന് ചിലർ പറയുന്നു, അത് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അത് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണമെന്നതിനെക്കുറിച്ച് ചിലർ വാശി പിടിക്കുന്നു. ഏതായാലും ഒരു സാധനങ്ങൾ സാധാരണ രീതിയിൽ കാശായിട്ട് കൊടുക്കുന്ന രൂപത്തിലല്ല, സാധനങ്ങൾ അതും ജീവകാരുണ്യപരമായ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന വിധത്തിൽ മാത്രമേ ഇറാന് ഈ കെട്ടിക്കിടക്കുന്ന വിദേശ ധനം കൊടുക്കുകയുള്ളൂ എന്ന നിലപാട്, ഇങ്ങനെയുള്ള ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതൊക്കെ ചർച്ച ചെയ്യാനായിരിക്കണം ഖത്തറിൽ ഒന്നിച്ചു കൂടുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിനിടെ ഇറാൻ ഇപ്പോൾ തിരക്കിലാണ് എന്ന് പറയുന്ന മറ്റൊരു കാര്യം, ഫെബ്രുവരി 28 ആക്രമണത്തിൽ മരണമടഞ്ഞ ആയത്തുള്ള അലി ഖാമിനിയുടെ മൃതദേഹം കബറടക്കുന്ന ചടങ്ങുകൾ ഈ ശനിയാഴ്ച ജൂലൈ 4 രാവിലെ ആരംഭിക്കുകയാണ്. ഏതാണ്ട് 20 മില്യൺ ആളുകൾ ടെഹ്റാനിൽ ഒന്നിച്ചു കൂടുന്ന, ഒരുപക്ഷെ ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജനസഞ്ചയം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് ഉള്ള നടപടികളിലേക്കാണ് ഇറാൻ തിരിയുന്നത്. ഇറാൻ്റെ മൊത്തം ശ്രദ്ധയും ഇപ്പോൾ ആ ഒരു കാര്യത്തിലേക്കാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. കമ്പോളത്തിൽ നിന്നുള്ള വാർത്ത UAEയിലെ സ്വർണ്ണ വ്യാപാരികൾക്കൊക്കെ സന്തോഷം പകരുന്ന കാര്യമാണ്. ഈ നാട്ടിലേക്ക് പോയി സ്വർണം വാങ്ങാൻ ആരെങ്കിലും ഈ വെക്കേഷനിൽ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ കൂടുതൽ ടാക്സൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വില വ്യത്യാസം ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഈ ജൂൺ 30 നിൽക്കുന്നത്.
അപ്പോൾ സ്വർണ്ണ വ്യാപാരികൾക്ക് വലിയ സന്തോഷമാണ്, ആളുകൾ കൂടുതലായിട്ട് കടകളിൽ വാങ്ങാൻ വരുന്നു എന്നുള്ളതുകൊണ്ട്. അത് മാർക്കറ്റിലെ ഉണർവായി ചിത്രീകരിക്കുന്ന വിധത്തിൽ സ്വർണ്ണക്കടകൾ വൈകുന്നേരങ്ങളിലൊക്കെ നിറഞ്ഞു കവിയുന്ന വിധത്തിൽ ഇപ്പോൾ സാഹചര്യമായിരിക്കുന്നു. അത് മാസാവസാനവും പുതിയ മാസത്തിൻ്റെ തുടക്കവും ആ സമയത്ത് സ്വാഭാവികമായും ആളുകളുടെ കയ്യിൽ ശമ്പളക്കാശ് കാണും. അപ്പോൾ സ്വർണം വാങ്ങാൻ പറ്റും, അങ്ങനെ കച്ചവടം പൊടിപിടിക്കും, അതുവഴി ഒരുപാട് മാറ്റങ്ങൾ വരും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും സജീവമായി ദുബായ് മാർക്കറ്റും മൊത്തത്തിൽ UAEയും ഗൾഫും നീങ്ങുന്ന രംഗമാണ് നമ്മളിന്ന് കാണുന്നത്. എല്ലാം നല്ലതായി മാറട്ടെ. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.